അപ്പോൾ ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് കാലങ്ങളായി ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ, ഞെട്ടിക്കുന്നൊരു കിടുത്തം വിട്ട വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടും, 5 സാധനമായിട്ടാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ളത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് വരുന്ന മിനി ഗോവ നമ്മുടെ നാട്ടിൽ തന്നെ അടുത്ത് വടകര എന്ന് പറഞ്ഞാൽ വടകര അറിയില്ല, വടകര എന്നൊരു 4-5 കിലോമീറ്റർ ഉള്ളൂ. ഒരു നല്ലൊരു സ്ഥലമുണ്ടെന്ന് നമ്മുടെ ഷമീർ കൂടം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പിട്ട് പറയേണ്ട കാര്യം, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ചില്ലറ ഫോളോവേഴ്സേ നമുക്കുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കഴിച്ചിലാക്കി തരണം. അപ്പോൾ റിക്വസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ വീഡിയോ ഒന്ന് റീച്ച് കൂട്ടി തരാം. നമ്മളിപ്പോൾ വൈറലാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലിലേക്കായിരിക്കും പിന്നെ വരിക. പിന്നെ വീഡിയോസ് വരുന്നത് പിന്നെ പിടുത്തം വിട്ട വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം വടകരയിലേക്ക്, മിനി ഗോവ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ടീംസുമായിട്ടാണ്. ടീംസ് മിസ്റ്റർ അമീർ ബല്ലാരി ആൻഡ് സനിൽ കണ്ടീൽ ആൻഡ് അമീർ MP ആൻഡ് സമീർ. അപ്പോൾ നമ്മൾ പോകുന്നത് മിനി ഗോവക്കാണ്. നമ്മൾ അടുത്ത് തന്നെ, നമുക്ക് ഏകദേശം നമ്മൾ ചൊക്ലിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ വരുന്നുണ്ടാ, ഒരു 15-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അത്രയും മനോഹരമായ സ്ഥലം എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകേണ്ടത് നമ്മളെന്ന് വെച്ചാൽ കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ 48 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. കോഴിക്കോട് ടൗണിൽ നിന്ന് കൊയിലാണ്ടി വഴി വന്നിട്ട് മൂരാട് പാലത്തിൽ നിന്ന് നേരെ പയ്യോളി ടൗണിലേക്ക് എത്തുക. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ 2ാം ഗേറ്റ് എത്തും. ആ 2ാം ഗേറ്റ് അതും കടന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇടുങ്ങിയ റോഡ് ചെന്നെത്തും. അവിടെ നിന്ന് യാത്ര തുടങ്ങുക. പിന്നെ കടൽ തീരത്തോട് ചേർന്ന റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ആ റോഡിലേക്ക് കടക്കും. കടൽ തീരം റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് കടലിന് സമാന്തരമായി നീണ്ടു കിടക്കുന്ന തെങ്ങിൻ തൊപ്പ ഫുള്ള്. ഒരു സൈഡിൽ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നല്ല കണ്ടൽ കാടുകളിലൂടെ നല്ല മനോഹരമായ കാഴ്ചയും കണ്ട് കോളാവിപ്പാലം പുഴ എത്തും. കോളാവിപ്പാലം പുഴ കാണാൻ പാർക്കിംഗ് ഏരിയ, ലാസ്റ്റ് എത്തുന്ന എൻഡിൽ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തുക. ആ റോഡ് എൻഡിൽ നേരെ പോയി കഴിഞ്ഞാൽ ഒരു പാർക്കിംഗ് ഏരിയയിൽ എത്തും. അവിടെ 20 റുപ്യ ചേച്ചി ഉണ്ടാവും. ചേച്ചിക്ക് ഒരു 20 റുപ്യ കൊടുത്ത് വണ്ടി കാറിൽ പോകുന്നതാണ്, കാറിൽ അവിടെ പാർക്ക് ചെയ്യുക, 20 റുപ്യ കൊടുക്കുക. ബൈക്കാണെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്ത് ആ കണ്ടൽ കാട് വഴി അങ്ങ് ഇറങ്ങാം നമ്മളെ ബീച്ചിലേക്ക്, മിനി ഗോവയിലേക്ക്. ഇങ്ങനെ അങ്ങ് ഇറങ്ങിച്ചില്ല, നല്ല വേറെ വൈബിലേക്ക് അങ്ങ് പോകും. പിന്നെ അവിടെ നിന്ന് പതിയെ നടന്ന് തുടങ്ങാം. അങ്ങനെ പോയി കുറച്ച് ദൂരം പോകുമ്പോൾ തിരമാലകൾ ഇരുമ്പൽ ഇങ്ങനെ കേൾക്കാം. നല്ല അടിപൊളി. ഇങ്ങനെ പോയി സുന്ദരമായ ബീച്ചിലേക്ക് ഇങ്ങനെ തിരമാല ഇരുമ്പലൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. കുറച്ച് നേരം നടക്കാണ്ട്. അതാണ് നമ്മൾ കോഴിക്കാട് രഹസ്യ സ്വത്തായ കോട്ടപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കോട്ടപ്പുറം ബീച്ച്, മിനി ഗോവ എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം ബീച്ച്. ഒന്നും വേണ്ടല്ലോ, നമ്മളിപ്പോൾ ഗോവയിൽ പോകണമെങ്കിൽ 2 ദിവസത്തെ യാത്രാ ക്ഷീണമൊന്നും വേണ്ട. വൈകുന്നേരം നമ്മളിപ്പോൾ അടുത്തുള്ള ആൾക്കാണെങ്കിൽ വൈകുന്നേരം 1 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ഒരു മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് വരുമ്പോഴൊക്കെ നല്ല ഫുള്ള് റിലാക്സായി അടിപൊളിയായി എത്തിക്കൂടെ സമീര നമുക്ക്? ഓ സെറ്റ്, വേറെ വൈബായിരിക്കും. ഷൂവാ ഇതിൻ്റെ ഉള്ളിലൊരു ചേട്ടനുണ്ട്. നല്ല നെല്ലിക്ക ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം വിൽക്കുന്ന സ്ഥലം. നോക്ക്, അയ്യോ എന്താ അടിപൊളി സ്ഥലം നോക്ക്. ഇത് മിനി ഗോവ, കണ്ണും പൂട്ടി വിളിക്കാം മിനി ഗോവ. അത്രയും മനോഹരമായ സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഇതാണത്.
നമ്മളിപ്പോൾ ഉള്ളത്, നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കും ഗോവയിലാന്ന്. ഗോവ എന്നല്ല മക്കളെ, ഇതാണ് നമ്മളെ സ്വന്തം വടകര. വടകരയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ, 4-5 അല്ല, കറക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ഇതാണ് മിനി ഗോവ. നമ്മുടെ സ്വന്തം വടകരക്കാരുടെ മിനി ഗോവയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുക. ഇതിപ്പോൾ വേല ഇറക്കാം അമീറെ. ഇതെപ്പോൾ കയറി കിട്ടുക? നമ്മൾ വേലയപ്പോൾ കയറി കിട്ടുക? ഓ പൊളി. കണ്ടൽക്കാട്, ഇതാണ് കണ്ടൽക്കാട് എന്ന് പറയുന്നത്. ഈ കാണുന്നൊക്കെയാണ് കണ്ടൽക്കാട്. കൂടുതലാണ് ഇറക്കത്തില്. ഇപ്പൊ ഇറക്കോ? അവിടെ വെള്ളം ഉണ്ടാവില്ല, ഇപ്പം വേലി കയറ്റാണ്. ആ കണ്ടൽക്കാടുകളാണ് കൂടുതലും കാണുന്നത്. വെള്ളമൊക്കെ നോക്കി നിങ്ങൾ, ഇത്ര ക്ലിയർ വെള്ളം നോക്കിയിട്ട്. ഇതാ കാണുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പുഴയിലാണ്. അപ്പുറത്താണ് കടലും പുഴയും ഒന്നിക്കുന്ന ജംഗ്ഷനത് കാണുന്നില്ല. അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം തിരമാലകൾ വരുന്ന കാറ്റ്. തലവേനയാണ്. ചായ കുടിച്ചിട്ട് വന്നാലോ? എന്നാൽ നമുക്ക് പോയിട്ട് എല്ലാവർക്കും ഓരോ ചായ കുടിച്ചിട്ട് വരാം ഗായ്സ്. ചായ കുടിക്കാൻ എൻ്റെ തലവേനയാകുന്നുണ്ട്. ഓ എന്നാ വാ സനിയെ, മീറേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. വാ. ഫോട്ടോ നമുക്ക് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് ഒന്ന് കിട്ടുമല്ലോ. അല്ല, ഇതിൽ തന്നെ നമുക്ക് ചെറിയ വെയിലുണ്ട്. വൈകുന്നേരത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് അമീർ പറയുന്നത്. അമീർ എന്താ കാരണം? എന്താ വൈകുന്നേരത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ? വിറ്റാമിൻ U ആണോ? വിറ്റാമിൻ D ആൻഡ് D ആൻഡ് C ഒക്കെ ഉണ്ട് അത്ര ഈ വെയിലിൽ. അപ്പോൾ വൈകുന്നേരം വെയിൽ വന്ന് കൊള്ളുക. അവിടുത്തെ വെയിൽ ഒരു 5-6 മണീൻ്റെ ഉള്ളിലുള്ള വെയിൽ കൊണ്ട് തന്നെ അത്രയും നല്ലതായിരിക്കും. രാവിലത്തെ വെയിലോ? രാവിലെ എത്ര സമയം? 9 മണി. 7 to 9. അപ്പോൾ 7 to 9 നല്ല വെയിലാണെന്നാണ് പറയുന്നത്. അത് വിറ്റാമിൻ U അടങ്ങിയിട്ടുണ്ട്. ഏതാണ്? വിറ്റാമിൻ D. അതിലും വിറ്റാമിൻ D അത്രേ. നല്ല പൈസ. കുട്ടികളിപ്പോൾ ചെറിയ കുട്ടികൾ ജനിച്ചാലുള്ള നമ്മൾ വിറ്റാമിൻ ഡിന്റെ ഇതാ 1 വർഷം വരെ കൊടുക്കും. അതെ അതെ, കേട്ടില്ലേ? അത് തന്നെ പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. നോക്ക്, ഇങ്ങനത്തെ വൈബ് എവിടെ കിട്ടും നിങ്ങൾക്ക്? ഗോവയിൽ പോയാൽ കിട്ടുമോ? ഗോവയിൽ പോയാൽ കിട്ടുമോ ഈ വൈബ്? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. ഫോട്ടോ എടുക്കണ്ട, വീഡിയോ തന്നെ എടുക്കണ്ട മീറെ. പൊളിക്കൂ. അങ്ങനെ ഫോട്ടോ എടുത്തോടുക്ക്. ഇത് നമ്മളെ ചങ്കള് വീഡിയോ ഫോട്ടോ എടുക്കുകയാണ്.
ഇതാണ് നമ്മളെ ചങ്കുകൾ. രസമുണ്ട്, നല്ല വെളിച്ചമുണ്ട്. ഇല്ല ഇല്ല ആ അതാ കണ്ടൽക്കാടിൽ വന്നിട്ട് നമ്മളെ ചങ്ങിൻ്റെ ചെരുപ്പ് പൊട്ടിയെന്ന് പറഞ്ഞു. ചെരുപ്പ് പൊട്ടിപ്പോയടാ അമീറേ, സാരല്ല, നമുക്ക് കടയിൽ നിന്ന് പുതിയ ചെരുപ്പ് എടുക്കാമല്ലോ. നീ ബേജാറേണ്ട ആവശ്യം എന്താ, നമുക്ക് കടയിൽ നിന്ന് ഒരു പുതിയ ചെരുപ്പ് എടുക്കാം. എൻ്റെ കട ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ ബിസ്ക്കറ്റ്, കടല, പിന്നെ ബർഫി, അതിനെന്തായാലും പറയൽ കപ്പലണ്ടി മിഠായി. നമ്മൾ അഭിയർത്തി എന്ന് പറയും അതിന് അല്ലേ? അഭിയർത്തി എന്നല്ല സനി പറയൽ? ആ അഭിയർത്തി ഉണ്ട്, നെല്ലിക്ക ഉണ്ട്, മാങ്ങോപ്പിലിട്ടുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ മെയിൻ സാധനം നമ്മൾ ബോട്ടി, കൊണ്ടക്കോയിൽ, പിന്നെ ഐസ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല ബോക്സിൽ നല്ല ഐസ് ഉണ്ട്. ഇപ്പോൾ തിരക്കുണ്ടാവും കേട്ടോ ഇവിടെ. രാവിലെ ആളുണ്ടാവുക? ശനി ഞായർ നല്ല ആളുണ്ടാവും അല്ലേ? നല്ല ആളുണ്ടാവും. ഒന്നും കിട്ടുന്നില്ല. ആ ഇതാ ചങ്കൾ ഇവിടുത്തെ വണ്ടി കൊടുത്തുണ്ട്. ട്രെയിനാടാ. ഏതാ വണ്ടി? ഏതാ വണ്ടി? ട്രെയിനാ? എങ്ങോട്ടേക്കാ? തലശ്ശേരിക്കാത്ര. നമ്മളിങ്ങോട്ട് വടകര. സൈഡിൽ കൂടെ നടക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് നമ്മളെ സമീർ പറയുന്നത്. നടന്നു നോക്കാം. ഇങ്ങനെ നടക്കാല്ലേ നമ്മള്? സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങത്തൂലേ? പാറമേലോട്ട് നടക്കാൻ കഴിയില്ല എന്നാ കാശ് പറയുന്നത്. താഴത്തൂടെ നടക്കാം. കണ്ടൽക്കാടുകളിൽ കൂടെ നമ്മൾ യാത്രയാകുകയാണ്. അമീര വാ, കമാൺ. അതാണ്, സൂര്യനെ കാണുന്നുണ്ട്. സൂര്യ നമസ്കാരം. ആ വേണമെന്ന് സൂര്യ ഒന്ന് പിടിച്ചോ, ഫോട്ടോ എടുക്കാലോ സൂര്യനെ. ഇനി നമ്മൾ കണ്ടൽക്കാടിലേക്കാ വീണ്ടും കണ്ടൽക്കാടിലേക്ക് യാത്രയാക്കുകയാണ്. കാഴ്ച നിങ്ങൾ കണ്ടൽക്കാടിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് കുറേ നടക്കാണ്ടടാ. ഒരു 10 കിലോമീറ്റർ ഒന്നും ഇല്ലല്ലോ. ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ മൊത്തം നടക്കാൻ.